Welcome back to my channel. This is Anjita Peter. Okay, ഫേസ്ബുക്കിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ മാസം എന്നെ അന്നദാതാവായി നിന്ന ഒരേ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്കിൽ നിന്ന് ലാസ്റ്റ് മന്തിത്തെ എന്റെ വരുമാനം ഞാനൊന്ന് വെറുതെ ഷെയർ ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് മന്തിലെ ഏർണിങ്സ്. അതായത് ഫെബ്രുവരി മാസത്തെ മാത്രമാണ്. ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു എൻ്റെ ആ ഒരു അനലിറ്റിക്സ്, ആ ഒരു ഗ്രാഫ് പോയതെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇതായിരുന്നു അവസ്ഥ. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോ എന്താണ് കിട്ടിയ റിസൾട്ട്? ഈ ഗ്രാഫ് നേരെ മേളിലേക്ക് പോയി. കാരണം നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് കുറെ ആൾക്കാർക്ക് സംശയമുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ഇത്ര കാലം കിടന്നിട്ടും, ഇത്ര കാലം ട്രൈ ചെയ്തിട്ടും, ഇത്ര കാലം വീഡിയോസ് ഇട്ടിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണ് ഫേസ്ബുക്ക്. കാരണം എന്റെ കാര്യം മാത്രം പറയുവാണെങ്കിൽ ഞാൻ കുറെ വർഷമായിട്ട് യൂട്യൂബിൽ കിടന്ന് കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇല്ലാതെ പോയത് കൺസിസ്റ്റൻസിയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയ വാച്ച് അവർ ഒന്ന് അച്ചീവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നിൽക്കട്ടെ. നമ്മളിടുന്ന വീഡിയോസ്, ഫോട്ടോസ്, സ്റ്റോറീസ്, റീൽസ് എല്ലാത്തിൽ നിന്നും ഏർണിങ്സ് വന്നുകൊണ്ടേയിരിക്കും. 1000 വ്യൂസിന് എത്ര ഡോളർ കിട്ടും? $0.01 1000 വ്യൂസിനൊക്കെ കിട്ടുന്നത്. പക്ഷെ അത് കൂടി വരുന്നതനുസരിച്ചും ഡോളറിന്റെ എമൗണ്ടും കൂടി വരും. മാക്സിമം എത്ര ഡോളർ കിട്ടാം? ഒരു ഫോട്ടോയ്ക്ക് മാക്സിമം $56 വരെ കിട്ടിയ ചരിത്രം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തെളിവ് വേണോ? തെളിവ് ഇപ്പോ തരാം. പിന്നെ ഈ ലാസ്റ്റ് ഇട്ട കുറച്ച് വീഡിയോസ് നല്ല രീതിയിൽ റീച്ചായി. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഫേസ്ബുക്കിന് തന്നെ തോന്നും, കൊള്ളാലോ, നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ആള്, ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ, ഒത്തിരി പേര് കമന്റ്സ് ഇടുന്നു, ഇത് നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാം. ഒരു പ്രോത്സാഹന സമ്മാനം പോലെ ഫേസ്ബുക്ക് കുറച്ച് ബോണസ് അങ്ങ് തരും. അതാണ് എക്സ്ട്രാ ബോണസ്. അപ്പൊ എക്സ്ട്രാ ബോണസ് എന്താണെന്ന് കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും. നിങ്ങളുടെ ഈ ഒരു ഫേസ്ബുക്ക് ഓൾറെഡി മോണിറ്റൈസേഷൻ ആയെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ബോണസ് എന്നതിനെ കുറിച്ച് കൂടി അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്ട്രാ ബോണസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി ഈ എക്സ്ട്രാ ബോണസ് എങ്ങനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? ഫേസ്ബുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് തരും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ക്രൈറ്റീരിയ കണ്ടോ? അതായത് 6 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഡോളർ തരും. പിന്നെ എനിക്ക് വന്നിരുന്ന ഒരു സംഭവമാണ്, 5 ലക്ഷം റീച്ച് ഉള്ള 2 പോസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ $50 വെറുതെ തരും. ലാസ്റ്റ് മന്തില് $11 എക്സ്ട്രാ ബോണസ് ആയിട്ട് കയറിയത്. ഈ മന്തില് പിന്നത്തെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഫേസ്ബുക്ക് തന്നേക്കുന്ന സംഭവമാണ് ഇത്. അതായത് $125 നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ $25 ഫേസ്ബുക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു പരിപാടി സെറ്റപ്പ് ഒക്കെ. അപ്പൊ നിങ്ങൾ ഇതുവരെ ഫേസ്ബുക്കിന്റെ പരിപാടികൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള രീതിയിൽ തന്നെ വിചാരിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം മോട്ടിവേറ്റ് ആയെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളും പരമ്പരകളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ടാലോ. അപ്പൊ ഓക്കെ, ബൈ.